ഗുഡ് ഈവനിങ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറുടെ പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്തെങ്കിലും ഒരു അപ്ഡേറ്റ്സ് ഉണ്ടോ എന്നുള്ളത്. കാരണം സിക്കാരുടെ എല്ലാം മനസ്സിൽ താളം തുടി കൊട്ടി നിൽക്കുകയാണെന്ന് എനിക്കറിയാം. അപ്പം ഞാനിങ്ങനെ സത്യം പറഞ്ഞാൽ ഇപ്പോൾ വൈകുന്നേരം ഇങ്ങനെ വീഡിയോ ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് തുനിഞ്ഞപ്പോൾ ഇതാ പെട്ടെന്ന് പൊട്ടാൻ തുടങ്ങി. അപ്പോൾ ആ പൊട്ടുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് അത് പിന്നെ ഒന്ന് വെയിറ്റ് ചെയ്തു, എന്തുകൊണ്ടാണ് പൊട്ടുന്നത് പിന്നെ ഒന്ന് പോയി നോക്കി. ഇപ്പം വേറെ എങ്ങും പൊട്ടുന്നില്ല, ഗിഫ്റ്റ് നിഫ്റ്റി മാത്രമേ പൊട്ടുന്നുള്ളൂ. അപ്പം എന്താ പൊട്ടലെന്ന് നോക്കി, വേറെ പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല. കാരണം ബാക്കി എല്ലാവരും ആരും US മാർക്കറ്റൊന്നും പൊട്ടിയിട്ടില്ല. ക്രൂഡും അങ്ങനെ തിരിച്ച് കയറുന്നു, അല്ല പിന്നെ ഗോൾഡ് തിരിച്ച് പൊട്ടുകയൊന്നും ചെയ്യുന്നില്ല. അപ്പം പിന്നെ ഒരു സ്വാഭാവിക വീഴ്ച മാത്രമാണെന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രമാണ് പിന്നെ ഞാൻ വീണ്ടും വീഡിയോ ചെയ്തത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലത്തെ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഏകദേശം 450 പോയിൻറ്റോളം മാർക്കറ്റ് മൂവ് ചെയ്തു. അപ്പം ആരെങ്കിലുമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഇങ്ങനെ പടപടാന്നിരിക്കുക. എനിക്കിവിടെ കേൾക്കാം സൗണ്ട്. അപ്പം നാളെ രാവിലെ ഇനി ഇതെന്താകും എന്നുള്ള കാര്യം കണ്ടറിയണം. രാത്രി ഇനി അണ്ണൻ ഉറക്കമൊക്കെ എഴുന്നേറ്റിപ്പോൾ വരുമ്പോൾ ഇനി എന്തൊക്കെയാണ് എന്നുള്ള മേളങ്കം നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ ഈ ക്യാപ്ഷനിൽ കാണിച്ച പോലെ തന്നെ നമ്മൾ വലിയ ഫിഷുകളൊക്കെ നമ്മളെപ്പോലെ പാവം പിടിച്ച ചെറിയ ഫിഷുകളുണ്ട്, പെട്ടുപോകുന്ന ഫിഷുകൾ, അന്നത്തെ അന്നത്തിന് വേണ്ടി ആഹാരത്തിന് വേണ്ടി ഓടി നടക്കുന്ന ഫിഷുകളെ കൊലയോടെ വന്ന് തിന്നു മുടിക്കുന്ന വലിയ തിമിംഗലങ്ങൾ നമ്മുടെ മാർക്കറ്റിലുണ്ട്. അപ്പം അത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം. അങ്ങനെ ഒരാൾ ഏത് സമയവും വരും. അപ്പോൾ അതിന് മുന്നേ ഉള്ളത് കൂട്ടി കയറാൻ വേണ്ടി നമ്മൾ പരമാവധി ശ്രമിക്കുക. കാരണം അവർക്കൊക്കെ എത്ര കിട്ടിയാലും തികയാത്ത പാർട്ടികളാണ്. നമ്മൾ പണ്ടത്തെ കാലത്ത് ഈ മില്ലിലൊക്കെ പോകുമ്പോഴേ നമ്മൾ നെല്ലിടുന്ന അവിടെ ഒരു കോൺ സാധനമില്ലേ, നെല്ല് നമ്മൾ കുത്താൻ പോകത്തില്ലേ, ഞങ്ങളൊക്കെ പറയുന്ന അള്ളറെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ എത്ര സാധനം ഇട്ട് കഴിഞ്ഞാൽ ഈ സാധനം എന്ത് ചെയ്യും, അകത്തോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ പറയുന്ന വലിയ ബിഗ് ടീംസുകൾ. അവർക്ക് എത്ര കിട്ടിയാലും അത് താങ്ങാനുള്ള ശേഷി അവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഇടയിലൊന്നും പെടാതെ രക്ഷപ്പെട്ട് നിൽക്കാൻ ശ്രമിക്കുക. ഓക്കെ, അധികം ആക്രാന്തത്തിന് പോവാതെ നിന്ന് പഴിച്ച് പോകാമെന്നുണ്ടെങ്കിൽ നമുക്ക് നിൽക്കാം. അല്ലെങ്കിൽ വലിയ വീണ്ടും പോരട്ടെ എന്നുള്ള മനോഭാവമാണെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും മുന്നോട്ട് ഉള്ള പോക്ക്. അപ്പോൾ ഞാൻ എപ്പം പറഞ്ഞാൽ ഈ ഉപദേശത്തിലോട്ട് പോകുമ്പോൾ ആൾക്കാർ തെറ്റിദ്ധരിക്കും. അപ്പോൾ അവിടെ കൊണ്ട് നമുക്കത് അവസാനിപ്പിക്കാം. ഇപ്പം ജസ്റ്റ് ഈ പറഞ്ഞ 450 പോയിൻറ്റ് വീണതിന് ശേഷം ജസ്റ്റ് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ്, ഒരു 80-90 പോയിൻറ്റിൻ്റെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഇപ്പോൾ കണ്ടത്. ഇനി ഇതിന് ശേഷം ഫർദറായിട്ട് എന്ത് സംഭവിക്കുക എന്നുള്ളത് നമുക്കറിയത്തില്ല. അപ്പോൾ ഈ പോസിറ്റീവ് ന്യൂസിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പോസിറ്റീവ്നെസ് കാണുന്നത് ഇപ്പം ഈ പറയുന്ന നമ്മൾ ഡൗ ജോൺസ് നോക്കിയാൽ 250 പോയിൻറ്റ് പോസിറ്റീവിലാണ് ഓടുന്നത്. ഗോൾഡ് തിരിച്ച് കയറാനും തുടങ്ങി, US ഓയിൽ ക്രൂഡ് പൊട്ടാനും തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഒരു റൗണ്ട് ചർച്ച വീണ്ടും നടക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയാണ് വീണ്ടും മാർക്കറ്റ് കയറുന്നത്. അപ്പം ഈ കയറുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺഫർമേഷൻ അല്ല, നമ്മളത് മനസ്സിലാക്കുക ആദ്യം. ഒരു കൺഫർമേഷൻ അല്ല, ഒരു ഊഹത്തിൻ്റെ പുറത്താണ് കയറുന്നത്. അതിൻ്റെ ഡേറ്റ് പോലും തീരുമാനിച്ചിട്ടില്ല ഇതുവരായിട്ടും. ഓക്കെ, അങ്ങനെ ഒരു ചർച്ച നടക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തിൻ്റെ പുറത്താണ് ഇപ്പോഴത്തെ ഒരു പോസിറ്റീവ്നെസ് നമ്മൾ കാണുന്നത്. ആ പോസിറ്റീവ്നെസ് പലയിടത്തും വായിക്കുന്നത് 19-ാം തീയതി അങ്ങനെ ഒരു മീറ്റിംഗ് പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. പക്ഷേങ്കിൽ US ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു കൺഫർമേഷൻ ഇതിലായിട്ടും വന്നിട്ടില്ല. അപ്പം അത് മാത്രമല്ല, പിന്നെ വേറൊരു കാര്യം, US വെച്ച ഒരു പ്രപ്പോസൽ 20 വർഷത്തേക്ക് എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങളിനി പിന്നെ എന്താ പറയുന്നത്, യുറേനിയം സമ്പുഷ്ടീകരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ആണവായുധം ഉണ്ടാക്കുന്നത് നിർത്തണം. യുറേനിയം സമ്പുഷ്ടീകരിക്കുമെന്ന് പറയാൻ പറ്റില്ല, കാരണം അവരുടെ റിയാക്ടറുകളൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ, പവർ പ്ലാന്റിൽ വർക്ക് ചെയ്യണമെങ്കിൽ യുറേനിയം സമ്പുഷ്ടീകരിക്കാം. പക്ഷേങ്കിൽ ആണവായുധത്തിൻ്റെ പരിപാടി നിർത്തിവെക്കണം, അടുത്ത 20 കൊല്ലത്തേക്ക് നിർത്തിവെക്കണം എന്നാണ് US വെച്ച ഒരു സജഷൻ. അത് പിന്നെ ഇറാന് 5 വർഷത്തേക്ക് സമ്മതിച്ചിട്ടുണ്ട്. 5 വർഷം ഞങ്ങൾ നിർത്തിവെക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേങ്കിൽ അതിന്മേൽ ഇനി ഒരു സമവായ ചർച്ച വന്ന് അവർ 20-ഉം ഇവർ 5-ഉം പറഞ്ഞപ്പോൾ അവസാനം നമ്മൾ ചമ്പം കച്ചവടം ഉറപ്പിക്കുന്ന പോലെ 10-ന് ഉറപ്പിക്കുക എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾക്കൊക്കെ ഒരു സമവായം വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ഹോർമോസ് കടലിടുക്ക് നമ്മുടെ അമേരിക്ക ബ്ലോക്ക് ചെയ്തു കഴിഞ്ഞപ്പോൾ അവർ IRGC പറഞ്ഞു, അങ്ങനെയാണ് അത് ബ്ലോക്ക് ചെയ്യുകയാണ്, ആലമ്പാക്കുകയാണെന്നുണ്ടെങ്കിൽ ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഒറ്റ പോർട്ട് പോലും നിൽക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ഏതായാലും
അവിടുന്ന് തിരിച്ച് വലിച്ചിട്ടുണ്ട്. ഇപ്പം ഒരു എന്താ പറയുക 50-50 ചാൻസിൽ നിൽക്കുകയാണ്. ഓക്കെ, അത് നമ്മളെ സംബന്ധിക്കുന്ന വിഷയമല്ല, പോട്ടെ. എങ്കിലും ഇറാന് നമ്മുടെ ഇന്ത്യയോട് ഒരു സന്മനസ് കാണിച്ചിട്ടുണ്ട്. നമ്മുടെ കപ്പലുകൾക്ക് കടന്നു പോകുന്നതിന് കുഴപ്പമില്ല, നമ്മൾ ടാക്സ് കൊടുക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എനിവേ എന്തായാലും അടുത്ത ദിവസം എന്താ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഏകദേശം 400-450 പോയിൻറ്റോളം മൂവ് ചെയ്തു. ഇത് രാത്രി സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് അറിയണം. ഇനി എന്തെങ്കിലും ഇദ്ദേഹം വല്ല വിടുവായുത്തരം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 450 വീടിന് പൊട്ടാൻ വലിയ താമസമൊന്നും വേണ്ടി വരത്തില്ല. അപ്പോൾ ഇനി നമ്മൾ എന്തിപ്പോൾ രാത്രി വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിന് യാതൊരു കാര്യവുമില്ല. എന്തായാലും നമുക്ക് നാളത്തെ ഒരു സെറ്റപ്പ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിഫ്റ്റിയുടെ സെറ്റപ്പ് വെച്ച് നമ്മളിപ്പം നോക്കാമെങ്കിൽ, ഇപ്പം നമുക്ക് ഇന്നലത്തെ ഹൈ എന്ന് പറഞ്ഞ് മിനിയാൻ്റെ ഹൈ എന്ന് പറയുന്നത് ഈ പറയുന്ന 24,475 മിനിയാൻ്റെ ഹൈ. അപ്പോൾ ഇനിയിപ്പോൾ നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ഈ റേഞ്ചിലായിരിക്കും. 24,340-നും 24,000-നും ഇടയ്ക്ക് ഈ റേഞ്ചിലായിരിക്കും നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ പലരും മറ്റേ നമ്മുടെ ഹെഡ്ജിങ് സ്ട്രാറ്റജി രുചി പറ്റിയിട്ട് എടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് എടുത്ത ധാരാളം ആൾക്കാരുണ്ട്. അവരുടെ റിസ്കിന് അവർക്ക് റിവാർഡ് കിട്ടുമായിരിക്കും നാളെ. അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ അത് എക്സിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ. കാരണം എനിക്ക് ഒരു കൺഫർമേഷൻ ഇല്ല. അങ്ങനെ ഒരു സംഭവം എല്ലാ ദിവസവും ഇത് ചെയ്യാൻ പറ്റുന്ന പരിപാടിയല്ല. നിങ്ങൾ ആദ്യം ഇത് മനസ്സിലാക്കുക. എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്ന പരിപാടിയല്ല ഹെഡ്ജിങ് സ്ട്രാറ്റജി. അത് കൃത്യമായിട്ട് നമുക്ക് ഒരു കൺഫർമേഷൻ വേണം നാളെ ഈ മാർക്കറ്റ് പോയി. കാരണം അന്നത്തെ ദിവസം നമുക്കൊരു കൺഫർമേഷൻ അടുത്ത ദിവസം എന്താ മാർക്കറ്റ് സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയത്തില്ല. അതിന് ശേഷം നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെയുള്ള ഡെവലപ്മെൻറ്റ് വന്നത്. ഓക്കെ, അപ്പം നിങ്ങളത് ചെയ്തെങ്കിൽ നിങ്ങളതൊരു ഗ്യാമ്പിളിംഗ് മാത്രമേ ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ ഒരു ഭാഗ്യപരീക്ഷണത്തിന് നിങ്ങൾ ചെയ്തു. അതിൻ്റെ തിക്തഫലം ഗുണമായാലും ദോഷമായാലും നിങ്ങൾ തന്നെ അനുഭവിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പം നാളെ ഗുണമാണ്. ആ ഗുണം എങ്ങനെ ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ ചിന്തിച്ച് തീരുമാനിച്ച് ആ രീതിയിൽ കാര്യങ്ങളെ ചെയ്യുക. ഓക്കെ, അപ്പം നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ഇതിനകത്തായിരിക്കും. ഓക്കെ, ഈ 340-നും 24,000-നും ഇടയ്ക്കായിരിക്കും ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ച് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ മിക്കവാറും ഇതിനകത്ത് ആടി കളിക്കാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ. അങ്ങോട്ടും ഇങ്ങോട്ടും ആടി 24,340-നും 24,000-നും ഇടയിൽ ഇങ്ങനെ ആടി കളിക്കാനായിരിക്കും സാധ്യത വളരെ കൂടുതൽ. ഏതെങ്കിലും സൈഡിലോട്ട് അത് ഡിസിസീവായിട്ട് ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഫർദർ ഒരു മൂവ്മെൻ്റ് ഉള്ളൂ. 340 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകണം, ഇല്ലെങ്കിൽ 400 ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരണം. അല്ലെങ്കിൽ അതാണ് നിലവിലത്തെ ഒരു എങ്ങോട്ടെങ്കിലും ഒരു വയലൻ്റ് മൂവ് വേണമെന്നുണ്ടെങ്കിൽ 340 ബ്രേക്ക് ചെയ്യുകയോ 24,000 ബ്രേക്ക് ചെയ്യുകയോ വേണം ചെയ്യാം. കഴിവതും നാളെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇതിനകത്ത് കടന്ന് ഓടി കളിക്കാനുള്ള സാധ്യതയായിരിക്കും വളരെ കൂടുതൽ. അതുമാത്രമല്ല, വ്യാഴാഴ്ച സെൻസെക്സിൻ്റെ എക്സ്പയറിയാണ്. മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടിക്കളിക്കാൻ നോക്കും. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് കണ്ട് നിൽക്കാൻ ശ്രമിക്കുക. എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ. വേറെ കൂടുതലൊന്നും പറയാനുള്ളൂ. നമ്മൾ എന്ത് പറയാനാണ്? കാരണം നമ്മൾ എന്ത് പറഞ്ഞാലും വെള്ളത്തിൽ വരച്ച വര പോലെ ആകത്തുള്ളൂ. കാരണം ഇന്ന് രാത്രി നമുക്ക് വീണ്ടും ബാക്കിയുണ്ട്. രാത്രിയിൽ അണ്ണൻ എന്ത് പറയുന്നു അതിനനുസരിച്ചായിരിക്കും നമ്മുടെ മാർക്കറ്റ് പ്രതികരിക്കുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ എന്ത് പറഞ്ഞാലും ഒരു കാര്യമില്ല. ഇപ്പോഴത്തെ അവസാനം പറയാനുള്ളത് മാർക്കറ്റ് ഈ ഏരിയക്കകത്തിൽ ഓപ്പൺ ചെയ്യും. അവിടുന്ന് മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നു ആ വഴിക്ക് മാത്രം നമുക്ക് ട്രേഡ് കൃത്യമായ ലെവലുകളിലെത്തുമ്പോൾ നമുക്ക് പ്ലാൻ ചെയ്യാം. കഴിവതും ഇത്രയും വലിയ ഗ്യാപ്പപ്പിലാണെങ്കിൽ കഴിവതും നിങ്ങൾ നാളെ ട്രേഡ് ചെയ്യാതിരിക്കായിരിക്കും നല്ലത്. കാരണം ട്രേഡ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ 24,000-ൽ എത്തിയിട്ട് മാർക്കറ്റ് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് നോക്കുക, അല്ലെങ്കിൽ 24,340-ലെത്തി അവിടെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് നോക്കുക. ഇവിടെ 2 പോയിന്റിൽ മാത്രമേ നമുക്ക് ട്രേഡ് ഉള്ളൂ. അല്ലാതെ വേറെ എങ്ങും ട്രേഡില്ല. ഇതിൻ്റെ ഇടയിലെങ്കിലും കൊണ്ടിട്ട് ട്രേഡ് എടുത്ത് നശിപ്പിച്ച് അലങ്കോലമാക്കല്ലെന്ന് മാത്രമേ എനിക്ക് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളൂ. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ ഒരു 1 വേ റാലി കിട്ടി. നമുക്ക് നാളെ ഈ പറയുന്ന പോലെ തന്നെ നാളെ ഇപ്പോൾ ഈ 400 പോയിൻറ്റ് ഗ്യാപ്പപ്പ് ആണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഏകദേശം ഒരു 1000 പോയിൻറ്റിൻ്റെ ഗ്യാപ്പപ്പിനായിരിക്കും സാധ്യത. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ നമുക്ക് ഈ റേഞ്ച് ഇതിന് മുകളിലായിരിക്കും 56,759 മുകളിലായിരിക്കും മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്, ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ 56,759 സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് നോക്കുക. അവിടെ ഈ ലൈനിൽ എന്ത് സംഭവിക്കുന്നത് നോക്കി മാത്രം നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ ട്രേഡിനെ പറ്റി നമ്മൾ ചിന്തിക്കുക. ഓക്കെ, അതുപോലെ തന്നെ മിഡ് ക്യാപ്പിൻ്റെ കാര്യം പറയുവാണെങ്കിലും മിഡ് ക്യാപ്പ് ഈ പറയുന്ന പോലെ തന്നെ നല്ല രീതിയിൽ മൂവ് ചെയ്തു. നാളെ 13,375-ന് മുകളിലായിരിക്കും മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. 375-നും 501-നും ഇടയിലൊക്കെ ആയിരിക്കാം മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. 501-ന് മുകളിലോട്ട് പോയി 501-ൻ്റെ മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഈ ലൈൻ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ, താഴോട്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ ഇല്ല സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ നോക്കുക. അതിനനുസരിച്ച് നിങ്ങൾ ട്രേഡ് പ്ലാൻ ചെയ്യുക. നാളെ ഹ്യൂജ് ഗ്യാപ്പ് ആണെന്നുണ്ടെങ്കിൽ കഴിവതും നിങ്ങൾ മാറി നിന്ന് ഒരു സപ്പോർട്ട് ലെവൽ എത്തുമ്പോൾ മാത്രം ട്രേഡ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, സെൻസെക്സിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സെൻസെക്സ് ഈ പറഞ്ഞ പോലെ തന്നെ ഈ 400 പോയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ നാളെ ഒരു 1,500 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് ആയിരിക്കും നമുക്ക് കിട്ടാനുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് 76,790,
76,800 നിന്ന് 78,800 ഇതിൻ്റെയൊക്കെ മുകളിൽ 78,670 മുകളിലൊക്കെ ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ച്. അപ്പോൾ ഈ 76,670 സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് നോക്കുക. ഈ ഏരിയയിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് പോകാൻ സസ്റ്റെയിൻ ചെയ്യുന്നത് നോക്കുക. അതിനുശേഷം മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നു അതിനനുസരിച്ച് നിങ്ങൾ ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. എക്സ്പയറിയുടെ തലേ ദിവസമാണ്, പണി കിട്ടാതെ സൂക്ഷിക്കുക. ഇതൊക്കെ മാത്രമേ ഉള്ളൂ എനിക്ക് പറയാം. വേറെ കൂടുതലൊന്നും പറയാനില്ല. നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. രാത്രി കാര്യങ്ങൾ മാറി മറിയാം. അപ്പോൾ രാവിലെ എന്തെങ്കിലും വേറെ പ്രത്യേകിച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഞാൻ വോയിസ് ഇടാം. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. സൂക്ഷിച്ച് കണ്ട് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നാളെ ഈ പറഞ്ഞാൽ അടുത്ത വരും ദിവസങ്ങളിലൊക്കെ ഞാൻ കുറച്ച് തിരക്കിലായിരിക്കും. എൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നു. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം. കാരണം പല പ്രതിസന്ധികളുണ്ട്. നമ്മൾ നാട്ടിൽ ചെന്നിട്ട് മാത്രമേ ബാക്കി ഫ്യൂണറൽ സർവീസുകളൊക്കെ തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഞങ്ങൾ ചെന്നേ ഒക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിന് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്രയും പെട്ടെന്ന് പോകാൻ. ഇവിടുന്ന് ടിക്കറ്റ് കിട്ടിയാലും ഇവിടെ സൗദി ചെന്നിട്ട് സൗദി വഴി വേണം എനിക്ക് പോകാൻ. ഇവിടുന്ന് ബസ്സിന് തന്നെ ഏകദേശം 10 മണിക്കൂർ ഇരുന്ന് വേണം സൗദിയിൽ ചെല്ലാൻ. അത് അവിടുന്ന് വേണം പിന്നെ നമ്മൾ നാട്ടിലോട്ടെത്താൻ. എന്തായാലും 24 മണിക്കൂറത്തെ യാത്രയാണ്. 24 മണിക്കൂർ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമ്മൾ ഇവിടുന്ന് നാട്ടിലെത്തത്തുള്ളൂ. അപ്പോൾ അത്രയ്ക്ക് വളരെ പ്രതിസന്ധിയും കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ ഇടയിലാണ് എനിക്ക് കഴിയാവുന്നതുപോലെ മാക്സിമം എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ വന്ന് ശ്രമിക്കാം. നിങ്ങളെന്നോട് സഹകരിക്കുക. ഓക്കെ, അപ്പം വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പോൾ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. നാളെ എല്ലാവർക്കും പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.